ഹലോ ഗായ്സ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ ഞാൻ പറയാൻ പോകുന്നത് ഈ ഇൻവിൻസിബിൾ ചെയിൻ അതിന് മേക്ക് ചെയ്യാൻ ആവശ്യമായ മെറ്റീരിയൽസും പിന്നെ അതിൻ്റെ പ്രൈസുമാണ്. പിന്നെ ഞാനിപ്പോൾ പുറത്തിരുന്നാണ് വീഡിയോ എടുക്കുന്നത്. പിന്നെ എൻ്റെ കയ്യിൽ മൈക്കൊന്നുമില്ല, അതുകൊണ്ട് പൂച്ചേൻ്റെയും കാക്കേൻ്റെ സൗണ്ടെല്ലാം വീട്ടിൽ കേൾക്കുക. അപ്പോൾ നിങ്ങളതൊന്ന് അഡ്ജസ്റ്റ് ചെയ്യാം. അപ്പോൾ ഫസ്റ്റ് ഇതിന് മെയിനായിട്ട് വേണ്ടത് ഇതുപോലൊരു ഇയർ വെയറാണ്. ഞാൻ പുറത്ത് ഷോപ്പിൽ നിന്ന് വാങ്ങിയത്. ഇതിന് 60 രൂപയാണ് വരുന്നത്. ഇതുകൊണ്ട് ഞാനിപ്പോൾ ഓൾറെഡി ഒരു 3-4 മാല ഉണ്ടാക്കി. ഏകദേശം നമുക്ക് ഒരു റോൾ കൊണ്ട് തന്നെ ഒരു 10-15 മാലയൊക്കെ ഉണ്ടാക്കാം. പിന്നെ ഇപ്പോൾ ഞാൻ വാങ്ങിയിരിക്കുന്നത് ഗോൾഡ് ഷെയ്ഡിലുള്ളതാണ്. ഇതിന് തന്നെ സിൽവർ ഷെയ്ഡിലും കോപ്പർ ഷെയ്ഡിലും വരുന്ന ഇൻവിൻസിബിൾ ചെയിൻസും ഉണ്ട്. പിന്നെ അടുത്തത് വരുന്നത് ഇതുപോലുള്ള ഗിയർ ലോക്കാണ്. ഇത് നമുക്ക് ഈ ഗിയർ വയറിൽ നമ്മളിപ്പോൾ ബീഡ്സോ പെൻഡൻറ്റോ എന്തെങ്കിലും ഇട്ട് കഴിഞ്ഞാൽ അത് അങ്ങോട്ടും ഇങ്ങോട്ടും നീങ്ങിപ്പോവാണ്ട് ആ ഒരു സെയിം പ്ലേസിൽ തന്നെ ഫിക്സ് ചെയ്ത് നിൽക്കാൻ വേണ്ടിയിട്ട് യൂസ് ചെയ്യുന്നതാണ് ഈ ഗിയർ ലോക്ക് എന്ന് പറയുന്നത്. ഇതിന് ഈ ഒരു പാക്കറ്റിന് 10 രൂപയാണ് ഉള്ളത്. ഇത് ഞാൻ പുറത്തെ ഷോപ്പിൽ നിന്ന് തന്നെ വാങ്ങിയതാണ്. ഇതും ഞാൻ നേരത്തെ ഗിയർ വെയറിൻ്റെ കാര്യം പറഞ്ഞ പോലെ തന്നെ സിൽവർ ഷെയ്ഡിലും കോപ്പർ ഷെയ്ഡിലും ഇത് കിട്ടുന്നുണ്ട്. നിങ്ങൾ ഏത് കളറിലുള്ള ഗിയർ വയറാണോ വാങ്ങുന്നത് ആ സെയിം ഷെയ്ഡിലുള്ള ഗിയർ ലോക്കും വാങ്ങുക. അങ്ങനെ വരുന്നതാണ് അതിൻ്റെ ഈ നമ്മുടെ ആ ഒരു ഗിയർ വയറിൻ്റെ രണ്ടറ്റത്തായിട്ട് ഹുക്ക് ചെയ്യാൻ വേണ്ടി യൂസ് ചെയ്യുന്നതാണ് ഈ ഒരു ടൈപ്പിൽ വരുന്ന ഹുക്സ്. ഈ ഹുക്കിൻ്റെ ഒരറ്റത്ത് ഇതുപോലെ വട്ടക്കണ്ണിൽ വരുന്നുണ്ട്. നമുക്ക് ആ ഒരു മാലേൻ്റെ ലെങ്ത് അഡ്ജസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ളതാണ്. പിന്നെ ഇപ്പുറത്തെ അറ്റത്തായിട്ട് ഇതുപോലൊരു ഹുക്ക് മോഡലുള്ളത് വരുന്നുണ്ട്. ഒരു പീസിന് 3 രൂപയാണ് വരുന്നത്. അടുത്തത് ഇതുപോലെയുള്ള ഗോൾഡ് ബീഡാണ്. ഇത് പെൻഡൻറ്റിൻ്റെ ആ 2 സൈഡിലായിട്ട് ഇട്ട് കഴിഞ്ഞാൽ മാലക്ക് കുറച്ചുകൂടെ കൂടുതൽ ഭംഗിയായിരിക്കും. അപ്പോൾ ഈ ഒരു പീസിന് ഇത് ഒരു പീസല്ല, ഇതുപോലൊരു സെറ്റായിട്ട് വരുന്നതാണ്. ഇതിന് 40 രൂപയാണ് ആകുന്നത്. പിന്നെ ഇതിൽ തന്നെ ഇതിൻ്റെ പല സൈസിലുള്ളതുണ്ട്, ചെറുതും പിന്നെ ഇതിൻ്റെ കുറച്ചുകൂടെ വലുത്. അതുപോലെ തന്നെ ഞാനിപ്പോൾ എടുത്തിരിക്കുന്നത് ഒരു പ്ലെയിൻ ടൈപ്പിൽ വരുന്നതാണ്. ഇതിന് തന്നെ ഈ ബീഡ്സിൽ പല ഡിസൈനിൽ വരുന്ന ഗോൾഡൻ ബീഡ്സും ഉണ്ട്. ഇതും ഞാൻ പുറത്ത് ഷോപ്പിൽ നിന്ന് വാങ്ങിയതാണ്. ഇതൊക്കെ ഓൺലൈനിലും കിട്ടും, മീഷോ, ഫ്ലിപ്കാർട്ട് അങ്ങനെയുള്ള ഓൺലൈനിലും കിട്ടും. ഇതിൻ്റെ ലിങ്ക് നിങ്ങൾക്ക് ഓൺലൈനിൽ നിന്ന് വാങ്ങണമെങ്കിൽ ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ഇതിൻ്റെ ലിങ്ക് കൊടുക്കാം. നമുക്കിതിന് വേണ്ട ലോക്കറ്റുകൾ എൻ്റെ അടുത്ത് ഇതുപോലൊരു പാലക്ക മോഡലിൽ വരുന്നൊരു ലോക്കറ്റ് ഉണ്ട്. ഇതിന് ഒരു പീസിന് 15 രൂപയാണ് വരുന്നത്. പിന്നെ ഇതാ ഈ ഒരു ഷേപ്പിൽ വരുന്ന പെൻഡൻ്റ് ഉണ്ട്. ഇതിന് ഒരു പീസിന് 20 രൂപയുണ്ട്. സെയിം മോഡൽ തന്നെ അതിനൊരു കളർ ചേഞ്ച് വരുന്നതാണിത്. രണ്ടിനും ഒരു പീസിന് വരുന്നത് 20 രൂപയാണ്. ഇത്രയാണ് ഇൻവിൻസിബിൾ ചെയിൻ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ബേസിക്കായിട്ട് വേണ്ട മെറ്റീരിയൽസ്. ഇനി നമുക്ക് അതിന് വേണ്ടുന്ന കുറച്ച് ടൂൾസ് എന്തൊക്കെയാണെന്ന് നോക്കാം. അപ്പോൾ ഫസ്റ്റ് വൺ വരുന്നത് ഇതേപോലൊരു കട്ടിംഗ് പ്ലെയർ ആണ്. ഇത് ഏകദേശം ഞാനിപ്പോൾ ഇത് യൂസ് ചെയ്യാൻ തുടങ്ങിയിട്ട് ഏകദേശം ഒരു 1 ഇയറിനടുത്തായി. അതുകൊണ്ട് അത്യാവശ്യം തുരുമ്പിച്ചിട്ടുണ്ട്. പിന്നെ ഞാനിപ്പോൾ കാണിക്കുന്ന ടൂൾസ് എല്ലാം ഞാൻ ഷോപ്പിൽ നിന്നല്ല മീഷോയിൽ നിന്ന് വാങ്ങിയതാണ്. അപ്പോൾ ഇതിൻ്റെ ലിങ്കും ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കാം. ഇത് നമ്മുടെ ഈ ഗിയർ വയർ, അതുപോലെ ഈ എന്താ പറയുക ഐ പിൻസ് അങ്ങനെയൊക്കെ ഒന്ന് കട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് യൂസ് ചെയ്യുന്ന ഒരു പ്ലെയറാണിത്. അടുത്തത് ഈ ഒരു ഫ്ലാറ്റ് നോസായിട്ട് വരുന്ന പ്ലെയറാണ്. ഇത് നമുക്ക് ഈ ജംറിങ്സ് ഒക്കെ വളക്കാനും ഓപ്പൺ ചെയ്യാനും അതിനൊക്കെ വേണ്ടിയിട്ട് യൂസ് ചെയ്യുന്ന ഒരു ടൈപ്പ് പ്ലെയറാണിത്. ഇതിൻ്റെ പേര് ത്രെഡ് കട്ടർ എന്നാണ്. ഇതും നമുക്ക് ഈ പറഞ്ഞ പോലെ തന്നെ കട്ട് ചെയ്യാനും പിന്നെ ഈ ഇയറിംഗ് ഒക്കെ മേക്ക് ചെയ്യുന്ന ആൾക്കാരാണെങ്കിൽ നമ്മൾ ഈ OSP ഷീറ്റ് ഉണ്ടല്ലോ അതിലാണല്ലോ നമ്മൾ ഈ സ്റ്റോൺസും കാര്യങ്ങളൊക്കെ ഒട്ടിക്കാം. അപ്പോൾ ആ ബാക്കി വരുന്ന പീസുകൾ നല്ല ഷേപ്പിൽ കട്ട് ചെയ്തെടുക്കാനൊക്കെ ഇത് ബെസ്റ്റാണ്. അപ്പോൾ ഇത്രയുള്ള ഇന്നത്തെ വീഡിയോ. ഇതിൽ ഞാൻ ഇൻവിൻസിബിൾ ചെയിൻസ് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ആവശ്യമുള്ള ബേസിക് ആയിട്ടുള്ള കുറച്ച് മെറ്റീരിയൽസാണ് പറഞ്ഞത്. നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യുക, ചാനലിന് സബ്സ്ക്രൈബ് കൂടെ ചെയ്യുക. പിന്നെ ഇതുപോലെയുള്ള എന്തെങ്കിലും മെറ്റീരിയൽസായിട്ട് ബന്ധപ്പെട്ട എന്തെങ്കിലും വീഡിയോസ് വേണമെങ്കിൽ അതൊന്ന് കമൻറ്റ് ചെയ്യുക. അപ്പോൾ അടുത്ത വീഡിയോയിൽ കാണാം. ബൈ.